അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിലെ CPM-ന്റെയും പിണറായി സർക്കാരിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ. ഭരണപരാജയങ്ങളും ജനരോഷവും തെരുവുകളിൽ പ്രതിഫലിക്കുമ്പോൾ അത് ജനാധിപത്യപരമായ രീതിയിൽ നേരിടുന്നതിന് പകരം അസഹിഷ്ണുതയുടെ അക്രമം അഴിച്ചുവിടാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കളമശ്ശേരിയിലെ അടുവാശ്ശേരിയിൽ കണ്ടത്. ബൈ ബൈ പിണറായി എന്ന് വെറുമൊരു ഫ്ലെക്സ് ബോർഡ് കണ്ടപ്പോഴേക്കും നിയന്ത്രണം വിട്ട CPM പ്രവർത്തകർ ആക്രമണവുമായി തെരുവിലിറങ്ങുകയാണ് ഉണ്ടായത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വിമർശനങ്ങൾ സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പോസ്റ്ററുകളും ഫ്ലെക്സുകളും വെക്കുന്നതും പതിവ് കാഴ്ച തന്നെയാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു വാക്കുപോലും മിണ്ടാൻ പാടില്ല എന്ന ധിക്കാരമാണ് ഇവിടങ്ങളിൽ അത്രയും പ്രകടമാകുന്നത്. കളമശ്ശേരിയിൽ CPM പ്രവർത്തകർ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നും UDF പ്രവർത്തകരെ മർദ്ദിച്ചു എന്നൊക്കെ പുറത്തുവരുന്ന വാർത്തകളിലുണ്ട്. ഭരണത്തിന്റെ തണലിൽ എന്ത് ഗുണ്ടായുസവും കാണിക്കാമെന്ന ഈ പോക്ക് അങ്ങേയറ്റം അപകടകരവുമാണ്. മന്ത്രി P. രാജീവ് പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിലാണ് ഈ അഴിഞ്ഞാട്ടം നടന്നത് എന്നതും ഗൗരവകരമായ കാര്യമാണ്. നിയമവും ക്രമസമാധാനവും പാലിക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ അക്രമത്തിന് കൂട്ടുനിൽക്കുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തന്റെ മണ്ഡലത്തിൽ സ്വന്തം പാർട്ടി പ്രവർത്തകർ കാട്ടിക്കൂട്ടുന്ന ഈ അസഹിഷ്ണുതയെക്കുറിച്ച് മറുപടി പറയാൻ മന്ത്രി രാജീവിനും ബാധ്യതയുണ്ട്. എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്താമെന്ന് കരുതുന്നത് വ്യാമോഹമാണ്. ഫ്ലെക്സ് മാറ്റാൻ ആവശ്യപ്പെട്ടു തുടങ്ങിയ തർക്കം ഒടുവിൽ കയ്യാങ്കളിയിലേക്കും വധഭീഷണിയിലേക്കുമൊക്കെ എത്തി നിന്നിരുന്നു. CPM-ന്റെ ഈ അസഹിഷ്ണുത പുതിയതായിട്ടുള്ളതല്ല. കണ്ണൂരിലായാലും എറണാകുളത്തായാലും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കണ്ടാൽ അത് തല്ലിത്തകർക്കുക എന്ന ശൈലിയാണ് അവർ പിന്തുടരുന്നത്. ഒരു ഫ്ലെക്സ് ബോർഡിനെ പോലും ഭയക്കുന്ന അവസ്ഥയിലേക്ക് ഒരു മുഖ്യമന്ത്രിയും പാർട്ടിയും അധംപതിച്ചു എന്നത് പരിതാപകരവുമാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ പരാജയങ്ങൾ എണ്ണിപ്പറയുന്ന ബോർഡുകൾ മാറ്റാൻ ഗുണ്ടായിസം കാണിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ്. സംഭവത്തിൽ 7 CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചതിന് അട്ടിമറിക്കുമോ എന്ന ആശങ്ക ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പാർട്ടി ഓഫീസിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നത് ലഘുവായി കാണാനും പറ്റില്ല. എതിരാളികളെ കായികമായി നേരിടുന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്ന് പറയുമ്പോഴും പ്രവൃത്തിയിൽ അത് തിരുത്താൻ CPM തയ്യാറാകുന്നില്ല. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുമ്പോൾ ഇത്തരം പേടിപ്പിക്കൽ തന്ത്രങ്ങൾ കൊണ്ട് അതിനെ തടയാമെന്ന് പിണറായി വിജയനും കൂട്ടരും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അടിച്ചമർത്തും തോറും പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയുള്ളൂ. ഒരു ഫ്ലെക്സ് മാറ്റിയാൽ ജനങ്ങളുടെ മനസ്സിലുള്ള അമർഷം മാറ്റാൻ കഴിയില്ല. കളമശ്ശേരിയിലെ ഈ സംഭവം കേരളത്തിലെ CPM-ന്റെ മുഖം മൂടി ഒരിക്കൽ കൂടി അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അസഹിഷ്ണുതയുടെയും അക്രമത്തിന്റെയൊക്കെ ഈ ഒരു രാഷ്ട്രീയ ചുറ്റുപാടിനെ കേരളം തള്ളിക്കളയുക തന്നെ ചെയ്യും. എന്താണെങ്കിലും ഫ്ലെക്സ് ബോർഡുകൾ ബൈ ബൈ പിണറായി എന്ന ഫ്ലെക്സ് ബോർഡ് മാറ്റിയതിനു ശേഷമുള്ള സംഘർഷം ഒന്ന് കാണാം. ഞാനാ പറയണേ നിന്നെ വിഷയം എന്റെ വണ്ടി